എന്നുള്ള നിലയിൽ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ പലപ്പോഴും സംശയങ്ങൾ തീരാറില്ല ആർക്കും. മാത്രവുമല്ല, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മേഖലയുമാണിത്. അപ്പോൾ ഈ അനന്തരാവകാശ നിയമം യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ ഇസ്ലാമാണ്. അതാരും കാണാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങുമ്പോൾ ആ നാട്ടിൽ സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർ പറഞ്ഞിരുന്നത്, ഞങ്ങളാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, ഞങ്ങളാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അതിലൊക്കെ ഉള്ള അവകാശം എന്നായിരുന്നു. അവിടെയാണ് സൂറത്തുൻ നിസായിലെ 7-ാമത്തെ വചനം പ്രസക്തമായിത്തീരുന്നത്. സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിൻ നിസായി നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ. മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ ഉപേക്ഷിച്ചതിൽ പുരുഷന് ഓഹരിയുണ്ട്, അതുപോലെ സ്ത്രീക്കും ഓഹരിയുണ്ട്, നസീബുണ്ട്. അത് കുറവാവട്ടെ കൂടുതലാവട്ടെ, നസീബൻ മഫ്റൂള, അത് നിശ്ചയിക്കപ്പെട്ട നിയമമാക്കപ്പെട്ട ഒരു വിഹിതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സൂറത്തുൻ നിസായിലെ 7-ാമത്തെ വചനം, സ്ത്രീക്കും സ്വത്തിൽ എന്തുണ്ട്? അവകാശമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. ജീവിക്കാനുള്ള അവകാശം വാങ്ങിത്തന്നത് ആരാണ്? ഇസ്ലാമാണ്. സ്ത്രീകളുടെ പേരിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ അതൊന്നും കാണാറില്ല, അല്ലേ? വൈദാ ബുശ്ശിറ അഹദും ബിൽ ഉൻസാ ലല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കലീം എന്നാണ് ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശം വാങ്ങിത്തന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ്. അതോടൊപ്പം തന്നെ സ്വത്തിലുള്ള അവകാശം വാങ്ങിത്തന്നതും ആര് തന്നെയാണ്? ഇസ്ലാമാണ്. അപ്പോൾ ഇനി അത് എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അതിനൊരു സംഭവം പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ 11-12 ആയത്തുകളിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 11-12 ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം പറയുന്നത്, സഅദ് ബിൻ റബീഅ എന്ന് പറയുന്ന സഹാബി ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഷഹീദായി. അദ്ദേഹം ഷഹീദായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നു അദ്ദേഹത്തിൻ്റെ സഅദിൻ്റെ സ്വത്തൊക്കെ കൈക്കലാക്കി. സഅദിന് 2 പെൺമക്കളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഅദ് ബിൻ റബീഅയുടെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു, ഈ പെൺകുട്ടികളെയും കൊണ്ട്. ഇത് സഅദിൻ്റെ മക്കളാണ്, 2 പെൺകുട്ടികളാണ്, വേറെ ആരും ഇല്ല ഞങ്ങൾക്ക്. ഇവരുടെ വിവാഹപ്രായം എത്തിയാൽ സമ്പത്തൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ ആ സമ്പത്ത് മുഴുവൻ ഇവരുടെ അമ്മ എടുത്തിട്ടുണ്ട്, കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞില്ല. പിന്നീട് വഹി ഇറങ്ങി, സൂറത്തുൻ നിസായിലെ 11-12 ആയത്തുകൾ. അതോടുകൂടിയാണ് അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഭാഗങ്ങൾ പറയുന്നത്. അവിടെ എത്രയാണ്, ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഓഹരി നൽകേണ്ടത് എന്ന് എന്തുണ്ട്? സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കി, ഈ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴാണ് ഇത് ലഭ്യമാവേണ്ടത്? അനന്തരാവകാശമാവുന്നത് എപ്പോഴാണ്? മരിച്ച ആളുടെ സ്വത്ത് ഓഹരി വെക്കുന്നതാണ് എന്ത്? മരിച്ച ആൾ ഇട്ടേച്ചു പോയിട്ടുള്ള സ്വത്തിനാണ് എന്ത് പറയുന്നത്? അനന്തരാവകാശം എന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുന്ന അയാളുടെ അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? അനന്തരാവകാശമായി മാറുന്നത്.
ഇനി ചിലപ്പോൾ തെരിക്കത്ത് എന്നൊരു പദം അവിടെ ഉപയോഗിക്കാറുണ്ട്. തെരിക്കത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിനാണ് യഥാർത്ഥത്തിൽ എന്ത് പറയാറുള്ളത്? തെരിക്കത്ത് എന്ന് പറയാറുള്ളത്. അത് അനന്തരാവകാശികൾക്ക് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. പക്ഷേ ആദ്യം നിർവഹിക്കേണ്ടത് എന്താണ്? മരിച്ച ആളുടെ സ്വത്തിൽ അതും നമ്മൾ അറിയണമല്ലോ. കുട്ടികളൊക്കെ പാടെ കൂടി ഓരി വെച്ചാൽ പറ്റുമോ? പറ്റൂല. ആദ്യം നിർവഹിക്കേണ്ടത് എന്താണ്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ ജനാസക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യണം? ആ സ്വത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? നിർവഹിക്കേണ്ടതുണ്ട്. വസീയത്ത് ഉണ്ടെങ്കിൽ ആ വസീയത്തും എന്ത് ചെയ്യേണ്ടതുണ്ട്? നിർവഹിക്കേണ്ടതുണ്ട്. അപ്പം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് വസീയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? മകൻ ജീവിച്ചിരിക്കെ, വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചുപോയി, ആ മകന് മക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മക്കന് സ്വത്തുണ്ടാവാൻ, സ്വത്തില്ലാതിരിക്കാം. പക്ഷെ സ്വത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മക്കളെന്ത് ചെയ്യും? അവിടെ അയലുമ കയറും. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ, വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകൻ എന്ത് ചെയ്യൂല? സ്വത്തിൽ അവകാശം കിട്ടൂല, അനന്തരാവകാശം ലഭിക്കുകയില്ല. അവിടെയാണ് വസിയത്തിൻ്റെ പ്രസക്തി. സൂറത്തു ബഖറയിലെ 180 വചനം പരിശോധിച്ചാൽ വസിയത്ത് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരാൾ വസിയത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് കുറ്റകരമാണ്, കുറ്റമാണത്. വസിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. കുത്തിബ അലൈക്കും എന്നാണ് ഖുർആൻ്റെ പ്രയോഗം തന്നെ. അപ്പം നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴെന്താണ്? കുത്തിബ അലൈക്കും സിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിയമമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. നിർബന്ധമാണ് വസിയത്ത്. മരണാസന്നനായാൽ എന്ന് പറഞ്ഞാൽ കുയ്യിക്ക് കാലിട്ടിട്ട് എന്നല്ല, മരണം എപ്പോഴും വരാം. അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. നമ്മൾ ജനിച്ചിട്ടുണ്ടോ മരിക്കും. അപ്പം വസിയത്ത് നിർബന്ധമാണ്. ഇൻ തറക്ക ഖൈറൻ, നിങ്ങൾ സമ്പത്ത് ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം. മാന്യമായി 1/3 എന്ത് ചെയ്യാൻ പാടില്ല? വസിയത്ത് ചെയ്യാൻ പാടില്ല. സ്വത്തിൻ്റെ 1/3 മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അതിലപ്പുറമുള്ളത് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്ന, ഏറി വന്നാൽ 1/3. ഇത് ഹക്കൻ അലൽ മുത്തഖീന, മുത്തഖീങ്ങളുടെ മേൽ ഇത് ബാധ്യതയാണ് എന്ന്. അപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ട് ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യണം? നിർവഹിച്ചിരിക്കണം. നോക്കി, ഇനി വസിയത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, അപ്പം നേരത്തെ പറഞ്ഞ സൂറത്തു നിസായിലെ 11-12 ആയത്ത് വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അതിപ്പോൾ നമ്മൾ പല പ്രാവശ്യം വായിച്ചവരായിരിക്കും. അവിടെയാണ് ഓഹരികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഓഹരികൾക്ക് പുറമെ സൂറത്തു നിസായിലെ തന്നെ അവസാന ഭാഗത്ത് കലാലത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. കലാലത്ത് അഥവാ മരിച്ച ആൾക്ക് അസുലുമില്ല, ഫറഉമില്ല, പിതാവില്ല, അതുപോലെ തന്നെ മക്കളുമില്ല. പിന്നെ അയാളുടെ സമ്പത്ത് എങ്ങനെ ആണ് വെക്കേണ്ടത്, വീതം വെക്കേണ്ടത് എന്ന് സൂറത്തു നിസായിൻ്റെ അവസാന ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ 11-12 ആയത്തുകളൊന്ന് വായിച്ച് അർത്ഥം പറയാമെന്നാണ് തോന്നുന്നത്, അല്ലേ? സമയം എത്രത്തോളം ഉണ്ടാവും എന്നറിയുകയില്ല. ഏതായാലും അത് അർത്ഥം പറയാവുന്നതാണ്. 11-12 ആയത്തുകൾ. പിന്നെ യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കുന്ന, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പടച്ചവൻ കൽപ്പിക്കുന്ന. വലത് ഔലാദ് എന്ന് പറഞ്ഞാൽ അതിൽ ആണും പെണ്ണും പെടും കേട്ടോ. വലത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആണും പെണ്ണും പെടും ഔലാദ് എന്ന് പറയുമ്പോൾ. മകനാണെങ്കിൽ ഇബ്ന് എന്നാണ് പറയേണ്ടത്, ബിന്ത് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. വലത് എന്നതിൽ രണ്ടും പെടും. അപ്പം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ലിസ്സക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈനി, പുരുഷന് 2 സ്ത്രീയുടെ ഓഹരിയുണ്ട്. അഥവാ സ്ത്രീയുടെ ഇരട്ടി എന്ത് ചെയ്യും? പുരുഷന് ലഭിക്കും എന്ന്. അവിടെയാണ് വലിയ വിമർശനങ്ങൾ വരാറുള്ളത്. പുരുഷന് ഇരട്ടിയോ? അപ്പം ഇത് വലിയൊരു സാമൂഹിക കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരട്ടി കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. ആങ്ങളൻ്റെ പകുതി ഇവിടെ കിട്ടിയതുള്ളൂ. എന്നാലും ഇവിടുത്തെ പുയ്യാപ്പളുണ്ട്, വേറൊരു തുടിയിൽ ആങ്ങളുണ്ട്.
ആ ആങ്ങളക്ക് ഇരട്ടി കൊടുക്കണ്ടെന്ന് ഇവിടെ ഉള്ള ആരെങ്കിലും പറയോ? അവറിയില്ല. ഓ, ആങ്ങൾക്ക് ഇരട്ടിയാണ് എന്ന് പറയും. പക്ഷേ ഇവിടെ കൂടെ ഒരു ആങ്ങള ഇവിടെ ഉണ്ട്, അപ്പുറത്തൊരാങ്ങള ഇവിടെ ഉണ്ട്. ആ ആങ്ങൾക്ക് ഇതേപോലെ അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അത് വേണ്ടെന്ന് ആരും പറയില്ല. പക്ഷേ സ്വന്തം ആങ്ങളിനെ കുറിച്ച് എന്തു പറയും? അത് കൊടുക്കണ്ട. അപ്പം അത് ഇസ്ലാമിൻ്റെ അത് എന്തുകൊണ്ടാണ്? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയും ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയും സ്ത്രീയെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം. ഒന്നുകിൽ വാപ്പ, അല്ലെങ്കിൽ ഭർത്താവ്, അതുമല്ലെങ്കിൽ മകൻ, അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ. ഇവരാണ് സ്ത്രീയുടെ സംരക്ഷണം. ചെറുപ്പത്തിൽ വാപ്പ സംരക്ഷിക്കണം. ഇണയായി കഴിഞ്ഞാൽ പുരുഷൻ ഇണ സംരക്ഷിക്കണം അവളെ. പ്രായമായാലും മക്കളുടെ സംരക്ഷണത്തിലായിരിക്കണം അവരുണ്ടാവേണ്ടത്. ഇനി അവരാരുമില്ലെങ്കിലോ അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. അതല്ലാതെ സാമ്പത്തികമായി മറ്റൊരു തരത്തിൽ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരിക്കലും ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല? നിങ്ങളുടെ മേൽ വെച്ചിട്ടില്ല. എന്നാൽ എല്ലാ ബാധ്യതയും പുരുഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമത്തിൽ സ്വത്ത് വീതം വെക്കുന്നിടത്ത് ഖുർആൻ എന്ത് ചെയ്തു? സ്ത്രീയുടെ ഇരട്ടി പുരുഷനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞ ആ ഭാഗം മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പമില്ല. അരിജാലു ഖവ്വാമൂന അലൻ നിസാ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്നൊരു ക്ലോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ പുരുഷനാണ് ചെലവഴിക്കേണ്ടത് സ്ത്രീക്ക് വേണ്ടിയിട്ട്. അവളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, ഇനി കല്യാണം കഴിക്കുകയാണെങ്കിലും മഹർ, എല്ലാം പുരുഷൻ്റെ ബാധ്യതയാണ്. അപ്പോൾ പുരുഷന് ഈ സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ലി സക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈനി എന്നുള്ള നിയമം വെച്ചു. ഇനി ഫൈൻ കുന്ന നിസാൻ ഫൗക്കസ്നതൈനി, രണ്ടോ അതിൽ കൂടുതലോ സ്ത്രീകൾ മാത്രമാണെങ്കിൽ ഫലഹുന്ന സുലുസ മാ തറക്ക, ആ മയ്യത്ത് ഉപേക്ഷിച്ചു പോയതിൽ 2/3 അവർക്ക് ലഭിക്കും. ആൺകുട്ടികളില്ല, പെൺകുട്ടികൾ മാത്രമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിലാണ് അപ്പോൾ സ്വത്ത് ഓരിയേക്കേണ്ടത്. എങ്ങനെയാണ്? ലി സക്കരി മിസിലി ഹല്ലിൽ ഉൻസയൈനി, ആണിൻ്റെ പകുതി പെണ്ണിന് എന്നുള്ള രീതിയിൽ. ഇനി ആൺകുട്ടികളില്ല, പെൺകുട്ടി മാത്രമാണ്, അത് 2 അതിൽ കൂടുതലോ ഉണ്ട്. അപ്പം അവർക്ക് എത്ര ലഭിക്കുക? 2/3 ലഭിക്കും. ഫലഹുന്ന സുലുസ മാ തറക്ക. ഇനി വൈൻ കാനത്ത് വാഹിദത്തൻ, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, മരിച്ച ആൾക്ക് കുട്ടിയായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഒരു പെൺകുട്ടി മാത്രമുള്ളെങ്കിൽ ഫലഹൻ നിസ്ഫു, അവൾക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? പകുതിയാണ് കൊടുക്കേണ്ടത്. ഇനി വലിയ അബവൈഹി, മരിച്ച ആളുടെ മാതാപിതാക്കളുണ്ട്, ഉമ്മി ഉപ്പിയുണ്ട്. ലി കുല്ലി വാഹിദിൻ മിൻഹുമ, അവരിൽ നിന്നുള്ള ഓരോരുത്തർക്കും ലഭിക്കും അസ്സുദുസു, 1/6 ലഭിക്കും. മൊത്തം സ്വത്തിൻ്റെ 1/6. മിമ്മ തറക്ക, അവൻ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്ന്. എപ്പോഴും ഇൻ കാന ലഹു വലതുൻ, മരിച്ച ആൾക്ക് കുട്ടിയുണ്ടെങ്കിലും. മരിച്ച ആൾക്ക് കുട്ടിയുണ്ടെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഉമ്മാക്ക് 1/6 കിട്ടും, വാപ്പാക്ക് 1/6 കിട്ടും. ഫൈലം യകുൽ ലഹു വലതുൻ, ഇനി മക്കളില്ല, മരിച്ച ആൾക്ക് എന്തില്ല? മക്കളില്ല, മാതാപിതാക്കളുണ്ട് താനും എങ്കിൽ വരിസഹു അബവാഹു, അവൻ്റെ മാതാപിതാക്കളാണ് അവൻ്റെ അനന്തരാവകാശികളായി വരിക. അതിൽ ഫലി ഉമ്മിഹി സുലുസു, ഉമ്മാക്ക് 1/3, വാപ്പാക്കോ? ബാക്കിയുള്ളതൊക്കെ ആർക്കാണ്? വാപ്പാക്കാണ് വരികയെന്ന്. അപ്പം മരിച്ച ആൾക്ക് മക്കളില്ല, നമ്മയും വാപ്പിയുണ്ട്. അപ്പം മരിച്ച ആൾക്ക് സ്വത്തുണ്ടെങ്കിൽ ഉമ്മാക്ക് 1/3 കിട്ടും, ബാക്കിയുള്ള 2/3 ഭാഗം ആർക്കാ ലഭിക്കുക? വാപ്പാക്ക് ലഭിക്കുന്നു. അപ്പം മക്കളുണ്ടെങ്കിലോ, മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 1/6 വീതം കിട്ടും, ഓരോരുത്തർക്കും 1/6 കിട്ടും. ഇനി ഫൈൻ കാന ലഹു യഖ്വത്തുൻ ഫലി ഉമ്മിഹി സുദുസു, ഇനി മരിച്ച ആൾക്ക് മക്കളില്ല, മറിച്ച് സഹോദരന്മാരുണ്ടെങ്കിലോ ഉമ്മക്ക് 1/6 കിട്ടുകയുള്ളൂ. മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈനിൻ, കടം വീട്ടണം, വസിയത്തും നിർവഹിക്കണം.
എന്നിട്ട് അള്ളാഹ് അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അബൗക്കും, നിങ്ങളെ പിതാക്കന്മാർ, അഭിനാവുക്കും, നിങ്ങളുടെ ആൺകുട്ടികൾ, ലാ തദുറൂന, നിങ്ങൾക്ക് അറിയുകയില്ല, അയ്യുഹും അഖ്റബുലക്കും നഫ, കൂടുതൽ ആരോടാ ഉപകാരം കിട്ടുക നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യൂല, അറിയില്ല. മക്കളിൽ നിന്നാണോ, ആ ആൺകുട്ടികളിൽ നിന്നാണോ, അതല്ല നിങ്ങളുടെ പിതാക്കളിൽ നിന്നാണോ ഉപകാരം കിട്ടുക എന്നൊന്നും പറയില്ല. ഫരീളത്തൻ മിനല്ലാ, ഈ നിയമം അല്ല വെച്ച നിയമമാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, തീർച്ചയായിട്ടും അള്ളാഹു അലീമാണ്, ഹക്കീമാണ്. ഇതാണ്. അപ്പം അവിടെ ചെറിയ കുറച്ച് നിയമങ്ങളെ പറഞ്ഞുള്ളൂ. അടുത്ത ആയത്ത് വായിക്കുമ്പം വലക്കും നിസ്ഫുമാ തറക്ക അസുവാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ ഉപേക്ഷിച്ചു പോയതിൽ നിങ്ങൾക്ക് പകുതിയുണ്ട്. എപ്പോഴും ഇല്ലം യക്കുല്ലഹുന്ന വലതും, അവർക്ക് കുട്ടികളില്ലെങ്കിൽ. ഭാര്യ മരിച്ചു, ആ ഭാര്യയ്ക്ക് മക്കളില്ല. രണ്ട് രീതിയിൽ വരാം. ചിലപ്പോൾ ആ ഭാര്യയെ നേരത്തെ കല്യാണം കഴിച്ചതിൽ മക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ മക്കളില്ല. ഇനി ഇയാളുമായിട്ടുള്ള ജീവിതത്തിലും മക്കളില്ല. ആ മരിച്ച സ്ത്രീക്ക് മക്കളില്ലെങ്കിൽ എത്ര കിട്ടുകയെന്നാണ് പറഞ്ഞത്? വലക്കും, നിങ്ങൾക്ക് പുരുഷന്മാർക്ക് നിസ്ഫു ലഭിക്കും, പകുതി കിട്ടും. അഥവാ ഭാര്യ മരിച്ചു, ഭാര്യക്ക് മക്കളില്ലെങ്കിൽ, അപ്പോൾ ആ മക്കൾ ആരായാൽ മതി? ആ ഭാര്യയുടെ ചിലപ്പോൾ മുമ്പുള്ള കല്യാണത്തിലുള്ള മക്കളായാലും മതി, ഇപ്പോഴത്തെ ഇയാൾ മരിച്ച ആളുടെ മക്കളായാലും മതി. മക്കളില്ലെങ്കിൽ ഭർത്താവിന് എന്ത് ചെയ്യും? പകുതി ലഭിക്കും. ഇനി ഫൈൻ കാന ലഹുന്ന വലതുൻ, ആ മരിച്ച ഭാര്യക്ക് മക്കൾ ഉണ്ടെങ്കിൽ ഫലക്കും റുബുഅ്, ഭർത്താവിന് എത്രയേ കിട്ടുള്ളൂ? 4/1 കിട്ടുള്ളൂ. അപ്പം ഭാര്യ മരിച്ചു, ഭർത്താവിന് എത്ര കിട്ടുക? ഭർത്താവിന് അതിപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതില്ല, കാരണം ഭാര്യ മരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവർക്ക് ആലോചിക്കേണ്ടതില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതില്ലല്ലോ. അതാണോ ചർച്ച? കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെത്ര കിട്ടുക എന്ന് നോക്കണ്ടേ? അപ്പം മക്കളില്ലെങ്കിൽ, ഭാര്യക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവ്, ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് പകുതി കിട്ടും. ഇനി നിങ്ങൾക്ക് എത്ര കിട്ടും? ഫലക്കുമുർ റുബുഅ്, പുരുഷനായ നിങ്ങൾക്ക് 4/1 ഉണ്ടായിരിക്കും. മിമ്മ തറക്കിന, അവർ ഉപേക്ഷിച്ചതിൽ എന്ന് പറഞ്ഞാൽ, അവർ ഉപേക്ഷിച്ചതിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചു, ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് എത്ര കിട്ടുള്ളൂ? 4/1 ലഭിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ, വാപ്പാക്കും മാക്കൊക്കെ ഉള്ള നിയമം, അത് ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും ഒക്കെ തുല്യമാണ് കേട്ടോ. ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും ഒക്കെ വാപ്പാക്കും മാക്കും ഉള്ളത് അവിടെ ഉണ്ട്. മക്കളുണ്ടെങ്കിൽ എത്രയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതെപ്പോഴും അമ്മയും ബാഴ്തി വസിയത്തും യൂസീന ബിയാവുദൈനി, കടം വീട്ടണം, വസിയത്ത്. ഇനി വലഹുന്ന റുബുഅ്, അതങ്ങൾ മനസ്സിലാക്കി വെക്കണ്ടേ. നിങ്ങൾക്ക് ഭാര്യമാർക്ക് 4/1 കിട്ടും. മിമ്മ തറക്തും, ഭർത്താവ് മരിച്ചാൽ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിൽ. ഇല്ലം യക്കുല്ലക്കും വലതുൻ, ഭർത്താവിന് മക്കളില്ലെങ്കിൽ, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ അയാൾ കല്യാണം കഴിച്ച് അതിൽ മക്കളുണ്ടായാലും മതി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മക്കളുണ്ടായാലും മതി. ആണിന് മക്കളില്ലേ, ഭർത്താവിന് മക്കളില്ലേ, ആ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് എത്ര ഉണ്ടാവും വിഹിതം? ആ ഭാര്യക്ക് ലഭ്യമാവുന്ന വിഹിതം എത്രയാണ്? 4/1 എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി മക്കളില്ലെങ്കിൽ, ഇല്ലം യക്കുല്ലക്കും വലതുൻ ഫൈൻ കാന ലക്കും വലതുൻ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ ഫലഹുന്ന സുമുനു, ഭാര്യക്ക് എത്ര കിട്ടുക? 8/1 ലഭിക്കുക. അപ്പോൾ എപ്പോഴാണ് 8/1 കിട്ടുക, എപ്പോഴാണ് 4/1 കിട്ടുക എന്ന് നല്ലോ മനസ്സിലാക്കി വെച്ചോളി. അത് നിങ്ങളെ അവകാശമാണ്. മനസ്സിലായില്ലേ? ഇവിടെ പകുതി എപ്പോഴാണ് കിട്ടുക, 4/1 എപ്പോഴാണ് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് ഭർത്താവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാലുള്ള നിയമമാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. അവിടെയും വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ? തൂസീന ബിയാവുദൈനി. ഇനി വൈൻ കാന റജുലുൻ യൂറസു കലാലത്തൻ അവിമ്രഅ വലഹു അഖുൻ, കലാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താ? മരിച്ച ആൾക്ക് ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ ഇല്ലാതിരിക്കുക, ആരുമില്ല അവകാശികൾ. അസുലും ഇല്ല, ഫറവും ഇല്ല. അസിൽ ഉപ്പയാണ്, ഫറവ് ആരാണ്? മക്കളുമാണ്. രണ്ടും ഇല്ലെങ്കിൽ വരുന്നതാണ്. ആ നിയമം അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സഹോദരനുണ്ട്, ഔ ഉഖ്തുൻ, അല്ലെങ്കിൽ ഒരു സഹോദരിയുണ്ട്. ഫലികുല്ലി വാഹിദി മിൻഹുമ സുദുസു, അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും എത്ര കിട്ടുന്ന പറഞ്ഞത്? 6/1 വീതം ലഭിക്കും. ഫൈൻ കാനു അക്സറ മിൻ ദാലിക, ഇനി അവർ കൂടുതലുണ്ടെങ്കിൽ ഫഹും ഷുറക്കാവു, അവർ പങ്കാളികളായിരിക്കും. ഫിസ്സുലുസി, 3/1 പങ്കാളികളായിരിക്കും. അതും മിൻ ബഅദി വസിയത്തുൻ യൂസാ ബിഹാ ഔ ദൈനിൻ, കടം വീട്ടിയതിന് ശേഷം, വസിയത്ത് നടപ്പാക്കിയതിന് ശേഷം അവിടെ ആരും എന്ത് ചെയ്യാൻ പാടില്ല?
ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, ഇത് പടച്ചവൻ്റെ നിർദ്ദേശമാണ് എന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? ആയത്തിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. ഇനി 176 ആയത്തിൽ കലാലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 76 ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്താണ്. യസ്തഫ്തൂനക, അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു. കുലില്ലാഹു യുഫ്തിക്കും, അള്ളാഹു ഫത്വ നൽകുന്നതായി പ്രഖ്യാപിക്കുക. ഫിൽ കലാലത്തി, കലാലത്തിൻ്റെ വിഷയത്തിൽ. കലാലത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആരുമില്ല മരിച്ച ആൾക്ക്. അപ്പോൾ എങ്ങനെയാണ്? അഥവാ അസുലും ഫറവും ഇല്ല, വാപ്പല്ല മക്കളുമില്ല, എന്തു ചെയ്യണം? ഇനിമ്രുഉൻ ഹലക്ക, ഒരാൾ മരിച്ചുപോയി. ഹലക്ക എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു. ലൈസ ലഹു, അയാൾക്കില്ല വലതുൻ, മക്കളില്ല, ആണുമില്ല പെണ്ണുമില്ല. വലഹു ഉഹുത്തുൻ, ആൾക്കാരുണ്ട്, സഹോദരിയുണ്ട്. എങ്കിൽ ഫലഹ നിസ്ഫു മാ തറക്ക, അയാൾ ഉപേക്ഷിച്ചതിൻ്റെ പകുതി ആർക്ക് കിട്ടും? സഹോദരിക്ക് കിട്ടും. ഒരാൾ മരിച്ചു, വാപ്പല്ല ഉമ്മല്ല മക്കളുമില്ല, ഉള്ളത് ഒരു സഹോദരി മാത്രമാണ്. ഒരു സഹോദരി മാത്രമാണെങ്കിൽ ആ സഹോദരിക്ക് ആ സഹോദരൻ്റെ സ്വത്തിൽ, മരിച്ച സഹോദരൻ്റെ സ്വത്തിലെ പകുതി കിട്ടും. മനസ്സിലാക്കി വെച്ചോളേണ്ടി, ആ പകുതി കിട്ടും. ഇനി അപ്പോൾ ഒറ്റ സഹോദരിയാണെങ്കിൽ കേട്ടോ, വഹുവ യരിസുഹ, വഹുവ അവൻ, അഥവാ ഈ സഹോദരൻ, യരിസുഹ അവളെ, ആ സഹോദരിയെ അനന്തരമെടുക്കും. എപ്പോഴും ഇല്ലം യകുല്ലഹ വലതുൻ, ആ മരിച്ച സഹോദരിക്ക് മക്കളില്ലെങ്കിൽ. മരിച്ച സഹോദരൻ്റെ കാര്യമല്ലേ ആദ്യം പറഞ്ഞത്? മരിച്ച സഹോദരന് മാതാപിതാക്കളില്ല, മക്കളില്ല, ഒരു സഹോദരിയാണുള്ളത്. ആ ഒരു സഹോദരി ഉള്ളെങ്കിൽ മരിച്ച സഹോദരൻ്റെ പകുതി സഹോദരിക്കുണ്ട്. ശരി, ഇനി സഹോദരിയാണ് മരിച്ചത്, ഒറ്റ സഹോദരനേ ഉള്ളൂ. സഹോദരിയാണ് മരിച്ചത്, ഒറ്റ സഹോദരനേ ഉള്ളൂ. സഹോദരിക്ക് മാതാപിതാക്കളില്ല, മക്കളില്ല, വേറെ ആരുമില്ല. എങ്കിൽ ആ സഹോദരിയുടെ സ്വത്ത് മുഴുവൻ ആർക്കാണ്? സഹോദരനാണ് ലഭിക്കുക. സ്വത്ത് മുഴുവൻ സഹോദരന് കിട്ടും. അപ്പോൾ ആങ്ങള മരിച്ചാൽ ആങ്ങളക്ക് മാതാപിതാക്കളോ കുട്ടികളോ ഇല്ലെങ്കിൽ ആങ്ങളയുടെ സ്വത്തിൻ്റെ പകുതി ഒരു പെങ്ങൾ മാത്രമുള്ളെങ്കിൽ കിട്ടും. 2 പെങ്ങളാണെങ്കിൽ പകുതി കിട്ടൂല കേട്ടോ. ഒരു പെങ്ങളുള്ളെങ്കിൽ പകുതി കിട്ടും. ആ ഒരു പെങ്ങൾ മരണപ്പെട്ടപ്പോൾ മാതാപിതാക്കളോ മക്കളോ ഇല്ല, ഒരു സഹോദരനാണ് ഉള്ളത് എങ്കിൽ ആ പെങ്ങളുടെ മുഴുവൻ സ്വത്ത് ആർക്ക് കിട്ടും? ഈ സഹോദരന് ലഭിക്കും. ഇല്ല യകുല്ലഹ വലതു. ഇനി പറയാണ് ഫൈൻ കാനത്തസ്നതൈനി, ഇനി ആങ്ങള മരിച്ചു, ആങ്ങൾക്ക് മാതാപിതാക്കളുമില്ല മക്കളുമില്ല ആരുമില്ല, എന്നാൽ സഹോദരിമാരുണ്ട്, 2ൽ കൂടുതലുണ്ട്, 2ഓ അതിൽ കൂടുതലോ സഹോദരിമാരുണ്ടെങ്കിൽ മരിച്ച ആങ്ങളയുടെ 3ൽ 2 സ്വത്ത് ആർക്കാണ്? ഈ പെങ്ങന്മാർക്കാ. 2 പെങ്ങളാണെങ്കിലും 3 പെങ്ങളാണെങ്കിലും 10 പെങ്ങളാണെങ്കിലും ശരി, ഈ മരിച്ച സഹോദരൻ്റെ 3ൽ 2 സ്വത്ത് എന്ത് ചെയ്യുന്നാ പറഞ്ഞത്? ഈ സഹോദരിമാർക്ക് ലഭിക്കും. വൈൻകാനു ഇഖ്വതൻ റിജാലം വ നിസാൻ, ഇനി മരിച്ച ആൾക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. മരിച്ച ആൾക്കും മാതാപിതാക്കളില്ല, മക്കളില്ല, അസുലുമില്ല, ഫറവുമില്ല, പക്ഷെ സഹോദരനും ഉണ്ട്, സഹോദരിമാരും ഉണ്ട്. എങ്കിൽ എന്തു ചെയ്യും? അവർ അത് പങ്കാളികളായിരിക്കുന്ന, അവർ അതിൽ ആ സ്വത്തിൽ പങ്കാളികളായിരിക്കും. എങ്ങനെയാണ് പങ്കാളികളായി തീരുക? ഫലിദക്കരി മിസുലു ഹല്ലിൽ ഉൻസയൈനി. അപ്പം സ്വത്ത് ഓരിയേക്കേണ്ടത് എങ്ങനെയാണ്? ആണിൻ്റെ പകുതി പെണ്ണിന് എന്ന വിധത്തിൽ എന്ത് ചെയ്യണം? സ്വത്ത് ഓഹരി വെക്കേണ്ടതുണ്ട്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തുളില്ലു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. നിങ്ങൾ അൻ തളില്ലു, നിങ്ങൾ പഴച്ചു പോവാതിരിക്കാൻ കാര്യങ്ങൾ അല്ലാഹു എന്ത് ചെയ്യുകയാണ്? വിശദീകരിച്ചു തരികയാണ് എന്ന്. അത് നോക്ക്, ഇതാണ് ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ ഖുർആനിൽ പറഞ്ഞ ഓഹരി എത്രയാണ് എന്നിപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഓഹരി എത്രയാണ്? 6 ഓഹരി പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. 1 പകുതിയാണ്, 2ൽ 1 പറഞ്ഞിട്ടുണ്ട് നിസ്ഫ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 4ൽ 1 പറഞ്ഞിട്ടുണ്ട് റുബു. പിന്നീട് 8ൽ 1 പറഞ്ഞിട്ടുണ്ട് സുമുന്. പിന്നെ 3ൽ 1 പറഞ്ഞിട്ടുണ്ട് സുലുസ്. അതുപോലെ തന്നെ 3ൽ 2 പറഞ്ഞിട്ടുണ്ട് സുലുസാനി. പിന്നെ ഒന്നും കൂടി ഉണ്ട്, അതാ പറയാത്ത 6ൽ 1 സുദുസ്. ഇങ്ങനെ 6 ഓഹരിയാണ് എന്ത് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. 6 ഓഹരി മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ ഈ ഓഹരികൾ നിസ്ബ് കിട്ടൽ ആർക്കാണ്? ഖുർആൻ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നിസ്ബ് കിട്ടുന്നവർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി. അത് നമ്മൾക്ക് ഒന്ന് വിശദമായിട്ട് നിസ്ബ് കിട്ടുന്നവർക്ക് ആരൊക്കെയാണ് എന്ന് പറയാം. അതിൻ്റെ മുമ്പ് ആരാണ് അനന്തരാവകാശികൾ? പുരുഷന്മാരിൽ നിന്നുള്ള അനന്തരാവകാശികളായിട്ട് ആരൊക്കെ വരും? സ്ത്രീകളിൽ നിന്നുള്ള അനന്തരാവകാശികളായിട്ട് ആരൊക്കെ വരും? ആ ക്രമം അനുസരിച്ച് ഇങ്ങനെ പറയാം. മകനാണ് ഒന്നാമത്തെ അനന്തരാവകാശി, മരിച്ച ആളുടെ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ കേട്ടോ. മകനില്ലേ, മകൻ്റെ മകൻ വരും. മകൻ്റെ മകൻ, മകളുടെ മകൻ കേട്ടോ. പിതാവ് അനന്തരാവകാശിയാണ്. അതുപോലെ തന്നെ പിതാമഹൻ, വല്യപ്പ, ഉപ്പൻ്റെ ഉപ്പ, പിതാമഹൻ. പിന്നെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ, വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ. ചിലപ്പോൾ വാപ്പ ഒന്നാവാം, അല്ലെങ്കിൽ ഇമ്മ ഒന്നാവാം, അല്ലെങ്കിൽ തിരിച്ചും വരാം. അങ്ങനെയല്ല, വാപ്പയും ഉമ്മയും ഒത്ത സഹോദരന്മാർ, അവർ പുരുഷന്മാരിൽ നിന്നുള്ള അനന്തരാവകാശിയാണ്. അതുപോലെ വാപ്പയൊത്ത സഹോദരൻ, ഇവർക്കൊക്കെ എല്ലാ സമയത്തും കിട്ടൂല കേട്ടോ. മുകളിൽ പറഞ്ഞ ആളുകളില്ലെങ്കിലേ ഇവർക്ക് എന്ത് ചെയ്യുള്ളൂ? സ്വത്ത് കിട്ടുള്ളൂ. ഹജ്ബ് ചെയ്യാന്ന് പറയും. മുമ്പിൽ മകൻ ഉണ്ടെങ്കിൽ വേറെ ആർക്കും എന്ത് ചെയ്യൂല, സ്വത്ത് പോകൂല. മകൻ മരിച്ച ആളുടെ ആൺകുട്ടി എന്ത് ചെയ്യും? വേറുള്ളവരൊക്കെ ഹജ്ബ് ചെയ്യും. പെൺകുട്ടികൾക്ക് കിട്ടും, സഹോദരിമാർക്കൊക്കെ കിട്ടും, ആ പറയപ്പെട്ടവർക്കല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. അപ്പം വാപ്പയൊത്ത സഹോദരൻ. പിന്നെ ഉമ്മയൊത്ത സഹോദരൻ, ഉമ്മയൊത്ത സഹോദരൻ. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ്റെ മകൻ, പുരുഷന്മാരിൽ നിന്ന് ചിലപ്പോൾ അവകാശം കിട്ടാൻ സാധ്യതയുണ്ട്. 9 വാപ്പയൊത്ത സഹോദരൻ്റെ മകൻ, മകളില്ല കേട്ടോ, വാപ്പയൊത്ത സഹോദരൻ്റെ മകൻ. പിന്നെ ഉമ്മയും ഉപ്പയും ഒത്ത പിതൃവ്യന്മാർ, ഉമ്മയും ഉപ്പയും ഒത്ത പിതൃവ്യന്മാർ, ജ്യേഷ്ഠാനുജന്മാരുണ്ടല്ലോ. അപ്പോൾ അത് ഉമ്മയും ഉപ്പയും ഒത്ത പിതൃവ്യന്മാർ, അമ്മു ഷക്കീഖ് എന്നാണ് അന്ന് പറയാറുള്ളത്. ഇനിയോ ഉപ്പ മാത്രമൊത്ത പിതൃവ്യൻ, ഉപ്പയൊത്ത പിതൃവ്യൻ, ഉപ്പയിലൂടെയാണ് പിതൃവ്യനായത്. മറ്റത് ഉപ്പയും ഉമ്മയും ഒന്ന് തന്നെയാണ്, ആ രീതിയിൽ പിതൃവ്യനായതാണ്. പിന്നെ വാപ്പയും ഉമ്മയും ഒത്ത പിതൃവ്യൻ്റെ പുത്രൻ, വാപ്പയും ഉമ്മയും ഒത്ത പിതൃവ്യൻ്റെ പുത്രൻ, വാപ്പയൊത്ത പിതൃവ്യൻ്റെ പുത്രൻ, ഭർത്താവ്. അതുപോലെ തന്നെ അൽ മുഅ്തിഖ്, മോചിപ്പിക്കപ്പെട്ട അടിമ. ഇങ്ങനെ 15 ടീമാണ് പുരുഷന്മാരിൽ നിന്ന് അനന്തരം ലഭിക്കാൻ അർഹതപ്പെട്ടിട്ടുള്ളവർ. അത് എപ്പോഴേ കിട്ടുള്ളൂ? ഇപ്പം സൗജിന് കിട്ടും, സംശയമില്ല, സൗജിന് എപ്പോഴും കിട്ടും, മകന് എപ്പോഴും കിട്ടും, വാപ്പക്ക് എപ്പോഴും കിട്ടും. പിന്നെ ഇങ്ങനെ കീപ്പോട്ട് വന്ന ആളുകൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പറയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇല്ലാതാകുമ്പോഴാണ് എന്ത് ചെയ്യുക? പിന്നെ സഹോദരന്മാരിലേക്ക്, വാപ്പയും ഉമ്മയും മൊത്ത സഹോദരന്മാരിലേക്കും അതുപോലെ എളാപ്പ മൂത്താപ്പന്മാരിലേക്കൊക്കെ ഇത് കടന്നു വരിക, അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പന്മാരുടെ ആൺകുട്ടികളിലേക്കൊക്കെ കടന്നു വരിക, മുകളിൽ പറയപ്പെട്ട ആളുകളിലേക്ക്. ഇനി സ്ത്രീകളിൽ നിന്ന് 10 ടീമിനാണ് അനന്തരാവകാശം ലഭിക്കുക. 1 മകള്, പിന്നെ ഉമ്മ, മകൻ്റെ മകൾ, അതുപോലെ തന്നെ ഉമ്മയുടെ ഉമ്മ. വല്യുമ്മ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ വലിയുമ്മ, സ്ത്രീകളിൽ നിന്നുള്ള അനന്തരാവകാശികളാണല്ലോ പറയാറുള്ളത്. വാപ്പയുടെ ഉമ്മ, അതുപോലെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരി, വാപ്പയൊത്ത സഹോദരി, ഉമ്മയൊത്ത സഹോദരി, ഭാര്യ, മോചിപ്പിക്കപ്പെട്ട അടിമ. അപ്പം മരിച്ച ആൾ ഒരടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ ആരുമില്ലെങ്കിൽ അയാളുടെ സ്വത്ത് ആർക്ക് കൊടുക്കാം? ഈ മോചിപ്പിക്കപ്പെട്ട ഇയാളുടെ മുമ്പ് ഇയാളുടെ യജമാന കീഴിൽ നിന്നിരുന്ന അടിമക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കൊടുക്കാവുന്നതാണ്. അപ്പോൾ 15 പേർക്കാണ് ഏറി വന്നാൽ അനന്തരാവകാശം ലഭിക്കാൻ അർഹതയുള്ളവർ നിയമപരമായി. എന്നാൽ ഇവരാരും ഇല്ലെങ്കിൽ ചിലപ്പം കുടുംബ ബന്ധം നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യും? അമ്മാവന്, അമ്മായിക്ക് അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അവസാനം ആരും ഇല്ലെങ്കിൽ ബൈത്തുൽ മാലിലേക്ക് എന്ത് ചെയ്യും? കൊടുക്കും സ്വത്ത്. ഇതാണ്. അപ്പോൾ ഇത്രയുമാണ് പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമുള്ള അനന്തരാവകാശികൾ. ഇനി നോക്ക്, നേരത്തെ പറഞ്ഞല്ലോ പകുതി. ഈ പകുതി കിട്ടുന്നവരാരൊക്കെയാണ്? പകുതി ആർക്കൊക്കെ കിട്ടുക? പകുതി കിട്ടുന്ന ആളുകൾ 5 ആളുകളാണ്. ഒന്ന്, ഭർത്താവിന് പകുതി കിട്ടും.
എപ്പോഴാണ് ഭർത്താവിന് പകുതി കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, സൂറത്തു നിസാല 11-ാമത്തെ ആയത്തിൽ, വലക്കു നിസ്ഫു 12-ാമത്തെ ആയത്തിൽ. എപ്പോഴാണ് കിട്ടുക പകുതി കിട്ടുക? മരിച്ച ഭാര്യക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവിന് എന്ത് ചെയ്യും? പകുതി കിട്ടും. പിന്നെ രണ്ടാമത്തെ ആൾ മകൾക്ക് പകുതി കിട്ടും. എപ്പോഴാണ് മകൾക്ക് പകുതി കിട്ടുക? വാപ്പ മരിച്ചു, പെൺകുട്ടി ഒന്നേ ഉള്ളൂ, ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒന്നേ ഉള്ളൂ പെൺകുട്ടി, എന്നാൽ അവൾക്ക് പകുതി കിട്ടും. മകൻ്റെ മകൾക്ക് പകുതി കിട്ടും. മകൻ്റെ മകൾക്ക് പകുതി കിട്ടും. അഥവാ ആ മകൻ്റെ മകളെ സ്വന്തം മകളുടെ സ്ഥാനത്തേക്ക് എത്തും. വേറെ ആരും ഇല്ലെങ്കിൽ, അതിൻ്റെ മുകളിൽ മകളില്ലെങ്കിൽ എന്ത് ചെയ്യും? മകനുണ്ടായിരുന്നു, ആ മകൻ്റെ മകളുണ്ട്, മകൻ മരിച്ചുപോയി, ആ മകൻ്റെ മകൾക്ക് എന്ത് ചെയ്യും? പകുതി കിട്ടും. അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിമാർക്ക് ചിലപ്പോഴെന്ത് ചെയ്യും? പകുതി ലഭിക്കും. അതുപോലെ തന്നെ വാപ്പയൊത്ത സഹോദരിമാരില്ല കേട്ടോ, സഹോദരിക്ക് ഒരു സഹോദരി, വാപ്പയും മരിച്ച ആൾക്ക് അതിൻ്റെ മുകളിലുള്ള ആരുമില്ല, എന്നാൽ വാപ്പയും ഉമ്മയും ഒത്ത ഒരു സഹോദരി ഉണ്ടെങ്കിൽ അവർക്ക് സ്വത്തിൻ്റെ എന്ത് ചെയ്യും? പകുതി കിട്ടും. മകനോ മകളോ ഉമ്മ ഒന്നുമില്ലെങ്കിൽ പകുതി കിട്ടും. ഇനി അതുപോലെ തന്നെ ഉപ്പയൊത്ത സഹോദരിക്കും എന്ത് ചെയ്യും? പകുതി കിട്ടും. മരിച്ച ആൾക്ക് ഉപ്പയൊത്ത ഒരു സഹോദരി മാത്രമേ ഉള്ളൂ എങ്കിൽ അയാളുടെ ആ സ്വത്ത് എന്ത് ചെയ്യും? പകുതി എന്ത് ചെയ്യും? ഇങ്ങോട്ട് കിട്ടും. ബാക്കി പകുതി എന്താ ചെയ്യുക? ഈ പറയപ്പെട്ടതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വീതിച്ചു കൊടുക്കും. അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഇവരിലേക്ക് തന്നെ റദ്ദ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഇവൾക്ക് തന്നെ എന്ത് ചെയ്യും? അത് തിരിച്ചിട്ടു. അപ്പം ഒരാൾ മരിച്ചു, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി മാത്രമുള്ളെങ്കിൽ അവൾക്ക് പകുതി ഉണ്ട്. പിന്നെ ഉമ്മാക്കും വാപ്പാക്കും 1/6 പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് എടുക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ, വാപ്പുണ്ടെങ്കിൽ വാപ്പാക്ക് വരും കേട്ടോ, വേറെ ആരുമില്ല, വാപ്പിയില്ല, വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മകളിലേക്ക് തന്നെ ആ സ്വത്ത് എന്ത് ചെയ്യും? തിരിച്ച് വരും. റദ്ദ് ചെയ്യുക എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. അപ്പം പകുതി കിട്ടുന്ന ആളുകൾ എത്രയാണെന്നാണ് പറഞ്ഞത്? 5 ആളുകൾ. ഭർത്താവ്, മകള്, മകൻ്റെ മകള്, അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും ഒത്തിട്ടുള്ള സഹോദരി, ഉപ്പയൊത്ത സഹോദരി, ഇവർക്ക് പകുതി കിട്ടും. ഇനി 4/1 കിട്ടുന്നവരാരൊക്കെയാ? 4/1 കിട്ടുന്നവർ ഭർത്താവും ഭാര്യയാണ്. 4/1 കിട്ടുന്നവർ ഇവർക്ക് രണ്ടാക്കും മാത്രമേ 4/1 ഉള്ളൂ. എപ്പോഴാണ് ഭർത്താവിന് 4/1 കിട്ടുക? മരിച്ച ഭാര്യക്ക് കുട്ടികളുണ്ടെങ്കിൽ ഭർത്താവിന് എത്ര കിട്ടുക? 4/1 കിട്ടുക. ഭാര്യക്ക് എപ്പോഴാണ് 4/1 കിട്ടുക? എപ്പോഴും ആർക്ക്? മരിച്ച ഭർത്താവിന് മക്കളില്ലെങ്കിൽ അയാളുടെ സ്വത്തിൽ 4/1 ആർക്ക് കിട്ടും? ഭാര്യക്ക് കിട്ടും. ഇല്ലെങ്കിലോ കുട്ടികളുണ്ടെങ്കിൽ എത്ര കിട്ടും നിങ്ങൾക്ക്? 8 ഒക്കെ പഠിച്ചില്ലേ? 8/1 അപ്പോൾ 8/1 കിട്ടുന്നത്. അപ്പോൾ കേട്ടോ, 4/1 കിട്ടുന്നവർ 2 ആളേ ഉള്ളൂ. 8/1 കിട്ടുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ഭാര്യയാണ്. 8/1 കിട്ടുന്നത്. മരിച്ച ഭർത്താവിന് കുട്ടികളുണ്ടെങ്കിൽ ഭാര്യക്ക് 8/1, വേറെ ആർക്കും 8/1 ഇല്ല. 8/1 കിട്ടുന്ന ഒരൊറ്റ ടീമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ 3/1 ആർക്കൊക്കെ കിട്ടും? 3/1 അത് കിട്ടുന്ന ടീം ഒന്ന് ഉമ്മയാണ്. എപ്പോഴും നമ്മൾ നേരത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരിച്ച മകന് അല്ലെ മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ ആ സ്വത്ത് മാതാപിതാക്കൾക്കാണ് എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു ഉമ്മാക്ക് എത്രയാണ്? ഫലി ഉമ്മിഹി സുലൂസ് എന്ന് പറഞ്ഞു. ഉമ്മാക്ക് 3/1 കിട്ടുക. മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ ഉമ്മ മാതാപിതാക്കളുണ്ട്, അതിൽ ഉമ്മക്ക് 3/1 കിട്ടും. ബാക്കി സ്വത്ത് മുഴുവൻ 2/3 ആർക്കായിരിക്കും? വാപ്പാർക്കാണ് കൊടുക്കേണ്ടത്, വാപ്പൻ്റെ കസ്റ്റഡിയിലായിരിക്കും. 3/1. പിന്നെ ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ ഒന്നിൽ കൂടുതൽ വേണം. 2 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള അവകാശികൾ ആരുമില്ലെങ്കിൽ അവർക്ക് 3/1 എന്ത് ചെയ്യും? ലഭിക്കും. ഉമ്മയൊത്ത, വാപ്പയൊത്തല്ല, വാപ്പയും ഉമ്മയും ഒത്തതുമല്ല, ഉമ്മയൊത്ത സഹോദരിമാർ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് എത്ര കൊടുക്കണം? 3/1 കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 3/1 കിട്ടുന്ന 2 ടീമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏതാ ഉള്ളത്? 3ൽ 2 ഉണ്ടല്ലേ? ആർക്കൊക്കെയാണ് 3ൽ 2 കിട്ടുക? 2 അതിൽ കൂടുതലോ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവർക്ക് എത്ര കിട്ടുക? 3ൽ 2 കിട്ടും. മരിച്ച ആൾക്ക് പിന്നെ പെൺകുട്ടികളാണുള്ളത്, ഒരു പെൺകുട്ടി മാത്രമുള്ളെങ്കിൽ എത്ര പറഞ്ഞ്? പകുതി. അവർ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 3ൽ 2 അതിൻ്റെ അവകാശം. പിന്നെ അതേ രീതിയിൽ മകൻ്റെ
മകൻ, മകൻ്റെ മകൻ, ഒരാൾ മരിച്ചു, മകനില്ല, സ്വന്തം മക്കളുമില്ല. എന്നാൽ മകൻ്റെ മകൻ്റെ അഥവാ പേരക്കുട്ടിൻ്റെ 2 പെൺകുട്ടികളുണ്ട്. ഓൾക്ക് എത്ര കൊടുക്കണം? 3/2 കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ സ്വന്തം മക്കളില്ല, പെൺകുട്ടികളില്ല, മകനും ഇല്ല. പക്ഷെ മകൻ ഉണ്ടായിനി, മകൻ മരിച്ചുപോയി. മകൻ്റെ ആൺകുട്ടിയുടെ പെൺകുട്ടികളുണ്ട്, 2 ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കൊടുക്കണം? 3/2 കൊടുക്കണം. അവർ അതിൻ്റെ അവകാശികളാണ്. പിന്നെ ഉപ്പയും ഉമ്മയും ഒത്ത 2-ൽ കൂടുതൽ സഹോദരിമാരാണ് അവകാശികളെങ്കിൽ അവർക്ക് എത്ര കൊടുക്കണം? 3/2 കിട്ടും. അതേ രീതിയിൽ തന്നെ പിതാവൊത്ത സഹോദരിമാർ 2ഓ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് 3/2 കിട്ടും. അപ്പം 3/2 കിട്ടുന്നത് 4 പേർക്കാണ്. 3/2 കിട്ടുന്നത് 4 പേർക്കാണ്. ഇനി 6/1 കിട്ടുന്ന ആളുകളാണ്. അതൊരു 7 ആളുണ്ട്. ഉപ്പക്ക് ചിലപ്പോൾ 6/1 ആയിരിക്കും, വലിയുപ്പക്ക് ചിലപ്പോൾ 6/1 കിട്ടും. ഉപ്പല്ലെങ്കിൽ ഉപ്പൻ്റെ ഉപ്പനെ പരിഗണിക്കും, 6/1 കിട്ടും. ഉമ്മക്ക് 6/1 കിട്ടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മരിച്ച ആൾക്ക് മാതാപിതാക്കളും ഉണ്ട്, മക്കളും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മാതാപിതാക്കൾക്ക് 6/1 വീതമാണ് ഉണ്ടാവുക എന്ന് നേരത്തെ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മകൻ്റെ മകളുണ്ടെങ്കിൽ, മകൻ്റെ മകൾ ഒരാൾ, മകൻ്റെ മകൾ 2 ആളുണ്ടായാൽ നിയമം മാറിട്ടോ. മകൻ്റെ മകളുണ്ടെങ്കിൽ അവൾക്ക് 6/1 കിട്ടും. അതുപോലെ തന്നെ ഉപ്പയൊത്ത സഹോദരിയാണെങ്കിൽ 6/1 കിട്ടാൻ സാധ്യതയുണ്ട്. ഉമ്മയുടെ ഉമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് 6/1 കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉമ്മയൊത്ത സഹോദരിയോ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ അവർക്കും 6/1 കിട്ടാൻ സാധ്യതയുണ്ട്. 6/1 ലഭിക്കുന്നവർ 7 ടീമാണ്. അപ്പോൾ പകുതി ലഭ്യമാകുന്നവർ 5 ആളുകൾ, 6/1 ലഭ്യമാകുന്നവർ 7 ആളുകൾ, പിന്നെ 4/1 കിട്ടുന്ന ആൾ 2 ആൾ, 3/2 ലഭിക്കുന്ന ആളുകൾ 4 ടീം, 3/1 കിട്ടുന്നവർ 2, 8/1 കിട്ടുന്ന ടീം ആകെ ഒരാൾ മാത്രം, ഭാര്യ മാത്രം. ഇതാണ് ഇപ്പം അതിൻ്റെ ഓഹരിയുടെ രീതി. സമയമാകുമ്പോൾ പറയട്ടോ. ഇനി ആലോചിച്ച് നോക്ക്. ഇനി അസബക്കാർ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. എന്താ അസബക്കാർ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? അസബക്കാരാണ്. ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് ഇത്ര വിഹിതം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത്ര വിഹിതം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പെൺകുട്ടികൾ ആരും എന്ത് ചെയ്യൂല, അസബക്കാരായിട്ട് വരില്ല. കാരണം പെൺകുട്ടികൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വിഹിതം പറഞ്ഞിട്ടുണ്ട്. എന്നാ വിഹിതം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഒന്ന്. അതോടൊപ്പം തന്നെ പറയപ്പെട്ട വിഹിതം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവർക്ക് കിട്ടും, വേറെ ആരും ഇല്ലെങ്കിൽ. പറയപ്പെട്ട വിഹിതം കഴിച്ച് ആ വിഹിതാണ്ട് ഓരി വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ അവർക്ക് വരും. അവരാണ് എന്ത്? അസബക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിലോ സുന്നത്തിലോ നിശ്ചിത വിഹിതം പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അസ്ഹാബുൽ ഫുറൂലിൻ്റെ ഓഹരി പറയപ്പെട്ടവരുടെ ഓഹരി കഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർ അസബക്കാരാണ്. അതിൽപ്പെട്ട ആളാണ് മകൻ. മകന് പ്രത്യേകിച്ച് ഓഹരി പറഞ്ഞിട്ടോ? ആൺകുട്ടിക്ക് ഓഹരി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലൊന്നും ഉണ്ടാത്ത് പറഞ്ഞിട്ടില്ല. ആണും പെണ്ണും ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ലിദക്കരി മിസ്റു അല്ലിൽ ഉൻസൈനി എന്നാ പറഞ്ഞത്. അവിടെ സ്വത്ത് ഓരിയേക്കേണ്ടത് പെണ്ണിൻ്റെ പകുതി ഇരട്ടി ആർക്ക് കൊടുക്കണം? ആണിന് കൊടുക്കണം എന്ന് പറഞ്ഞത്. ആണിന് ഇത്രയൊന്നും ഓഹരി പറഞ്ഞിട്ടില്ല. അതെന്താ? ബാക്കിയുള്ളതൊക്കെ ഓരി വെച്ചിട്ട് ഉള്ളത് എന്ത് ചെയ്യണം? മകൻ മാത്രമാണ്. വാപ്പി ഉമ്മയൊക്കെ ഉണ്ട്, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള സ്വത്ത് ആർക്കാണ് അവകാശം? മകന് അവകാശപ്പെട്ടാണ്, അസബക്കാരനാണ്. മകൻ്റെ മകനും അസബക്കാരനായി വരും. മകനില്ലെങ്കിൽ മകൻ്റെ മകൻ അസബക്കാരുടെ സ്ഥാനത്ത് വരും, വേറെയുള്ളവർ ആരും വന്നിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ അൽ അഹു ഷക്കീക്ക്, വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ അസബക്കാരനായിട്ട് ചിലപ്പോഴും വരും. അതുപോലെ തന്നെ വാപ്പയൊത്ത സഹോദരൻ, അതുപോലെ വാപ്പയും ഉമ്മയും ഒത്ത പിതൃവ്യൻ, അൽ അമ്മു ഷക്കീക്ക് എന്നാണ് പറയാറുള്ളത്. ഇവരൊക്കെ എന്ത് ചെയ്യും? അസബക്കാരായിട്ട് വരും. അപ്പോൾ അസബക്കാർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ടീമാണ്. ഇനി ഈ അസബക്കാരൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾക്കും അസബക്കാർ മുഖേന എന്ത് ചെയ്യും? സ്വത്ത് കിട്ടാൻ സാധ്യത ഉണ്ട്. അത് വേറുണ്ട്. പിന്നെ ഹജ്ബ് ചെയ്യാന്ന് പറയും. എന്താ ഹജ്ബ് ചെയ്യാന്ന് പറഞ്ഞാൽ? ഇപ്പം പൂർണ്ണമായോ ഭാഗികമായോ സ്വത്ത് ചിലർക്ക് എന്ത് ചെയ്യും?
മോളിൽ ഒരാളുണ്ടായത് കൊണ്ട് താഴെയുള്ള ആൾക്ക് സ്വത്ത് കിട്ടൂല. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, മകനുണ്ട്, മകൻ്റെ മകനുണ്ട്. മകൻ ഉണ്ടെങ്കിൽ മകൻ്റെ മകന് സ്വത്ത് കിട്ടുക? കിട്ടൂല. വേറെ ആർക്കെങ്കിലും കീപ്പിട്ട് പോകും. മൂത്താപ്പുണ്ട്, അളാപ്പുണ്ട്, സ്വത്ത് കിട്ടുക? മകൻ ഉണ്ടെങ്കിൽ. അപ്പം മകൻ മകൻ്റെ മകനെ ഹജ്ബ് ചെയ്തു, മകൻ പിതൃവ്യനെ ഹജ്ബ് ചെയ്തു എന്നാണ് പറയാറുള്ളത്. കാരണം മകൻ മരിച്ച ആൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടായത് കൊണ്ട് ആ ആൺകുട്ടി താഴേക്കുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഹജ്ബ് ചെയ്തു. അത് പൂർണ്ണമായി ഹജ്ബ് ചെയ്തു. പിന്നെ മൂത്താപ്പി അമ്മോനൊന്നും വന്നിട്ട് സ്വത്തിന് വന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ആൺകുട്ടി ഉണ്ട്, ഓനാണ് ആ സ്വത്ത് മുഴുവൻ. മനസ്സിലായല്ലോ? ഇനി ഭാഗികമായി ഹജ്ബ് ചെയ്യും. ഇപ്പം നമ്മൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 4-1 കിട്ടും, ചിലപ്പോൾ 8-1 കിട്ടും എന്നറിഞ്ഞു. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം പകുതി കിട്ടും, ചിലപ്പോൾ എന്ത് ചെയ്യും? 4-1 കിട്ടും എന്നറിഞ്ഞു. അപ്പോൾ എപ്പോഴാണ് പകുതി കിട്ടുക ഭർത്താവിന്? ഭരിച്ച ഭാര്യക്ക് കുട്ടികളില്ലെങ്കിൽ. അപ്പോൾ ആ കുട്ടികൾ ഉണ്ടെങ്കിൽ എത്ര കിട്ടുള്ളൂ? 4-1 കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഹജ്ബ് ചെയ്തു. കുട്ടികൾ ഭർത്താവിന് ലഭിക്കേണ്ട ഭാഗികമായ സ്വത്ത് എന്ത് ചെയ്തു? ഹജ്ബ് ചെയ്തു എന്നാ പറയാ, തടയുക. അതേ രീതിയിൽ ഭാര്യക്ക് ചിലപ്പോൾ 4-1 കിട്ടും, അല്ലെങ്കിൽ 8-1 കിട്ടുള്ളൂ. 4-1 കിട്ടാൻ എന്താ? മരിച്ച ഭർത്താവിന് കുട്ടികളില്ലെങ്കിൽ. കുട്ടികൾ ഉണ്ടെങ്കിൽ 8-1 കിട്ടുള്ളൂ. 4-1 പകുതിയല്ല 8-1 അല്ലേ? അപ്പം ഭാഗികമായിട്ട് എന്ത് ചെയ്തു? ഹജ്ബ് ചെയ്തു. അപ്പം കുട്ടികൾ ഉമ്മയെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഹജ്ബ് ചെയ്യും. അല്ലെങ്കിൽ ഭാര്യ, മരിച്ച ആളുടെ ഭാര്യ ഹജ്ബ് ചെയ്യും. ഇതിനാണ് എന്ത് പറയുക? ഹജ്ബ് എന്ന് പറയുക. ഇനി നമ്മൾ പഠിക്കേണ്ട വേറൊരു വിഷയമുണ്ട്. അത് ഔല് എന്നാണ്. ഔലല്ല, ഔലി നമുക്കൊക്കെ പരിചയമുണ്ടാവും. അല്ല, ഔല്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തൊരു വിഷയം വന്നു. ഒരാൾ മരിച്ചു, അയാൾക്ക് ഭാര്യയുണ്ട്, അതുപോലെ തന്നെ വാപ്പയും ഉമ്മയും ഒത്ത 2 സഹോദരിമാരും ഉണ്ട്. ഭാര്യയുണ്ട്, വാപ്പയും ഉമ്മയും ഒത്ത 2 സഹോദരിമാരുണ്ട്. എങ്ങനെ സ്വത്ത് വീതിക്കേണ്ടത്? മക്കളൊന്നുമില്ല, ഭാര്യ ഉണ്ടെങ്കിൽ എത്ര കിട്ടുക? ഭാര്യ, മക്കളൊന്നുമില്ല, 4-1. ഭാര്യ അല്ല കേട്ടോ, ഭാര്യ മരിച്ചു, സൗജുണ്ട്. അപ്പം പകുതി കിട്ടും ഭർത്താവിന്. പിന്നെ ഈ മരിച്ച ഈ ഭാര്യയുടെ, ഈ പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരന്മാരുണ്ട്. ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരന്മാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? സഹോദരിമാർക്ക് 2/3 കിട്ടും. സഹോദരിമാർക്ക്, ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരിമാർക്ക് 2/3 കിട്ടും. ഒരു സ്വത്ത് എങ്ങനെ പകുതിയും 2/3 വീതിക്കാൻ പറ്റുമോ? 6-1 വേണ്ടേ? 6-1 കൊടുക്കണം, പകുതി കൊടുക്കണം. പകുതി കൊടുക്കണം. പകുതി എന്ന് പറഞ്ഞാൽ 2/1 കൊടുക്കണം. പിന്നെ 3/2 കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് നോക്ക്. അപ്പം എങ്ങനെ ഓഹരി വെക്കുക? അപ്പം 6 ആണെങ്കിൽ 6ന്റെ പകുതി എത്ര വരും? 3 വരും അല്ലേ? 3 വരും. ശരി, 3/2 എത്ര വരും? 3/2. 6ന്റെ 3/2. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായി? 7 ആയി അല്ലേ? 4 3 7 ആയി. അപ്പോൾ അവിടെ 7 ഓഹരി ഇവിടെ ഇല്ലല്ലോ, 6 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ 9 ഓഹരിയാക്കി മാറ്റും. 9 ഓഹരിയാക്കി മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ 3 കൊടുത്തിട്ട് ആ രീതിയിലേക്ക് മാറ്റുക. അതിനാണ് ഔലി എന്ന് പറയുക. അത് പല നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ 7നെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഈ ഔല് നടത്തുന്നവയുണ്ട്. ഇപ്പം അടിസ്ഥാനപരമായ ഓഹരി എത്രയേറെ നിങ്ങൾ ഒരു സ്വത്ത് ചിലപ്പോഴും ഓഹരി വെക്കേണ്ടി വരും. ചിലപ്പോൾ 2 ഓഹരി വെച്ചാൽ മതിയാവും, ചിലപ്പോൾ 3 ഓഹരി വെക്കേണ്ടി വരും, ചിലപ്പോൾ 4 ഓഹരി വെക്കേണ്ടി വരും, ചിലപ്പോൾ 6 ഓഹരി വെക്കേണ്ടി വരും, ചിലപ്പോൾ 8 ഓഹരി വെക്കേണ്ടി വരും, ചിലപ്പോൾ 12 ഓഹരി വെക്കേണ്ടി വരും, ചിലപ്പോൾ 24 ഓഹരി വെക്കേണ്ടി വരും. ഈ ഓഹരികൾ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ പകുതി കൊടുക്കാനാണുള്ളത് എങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 ആക്കിയാൽ മതി. ഇനി പകുതി അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അതിനനുസരിച്ച് ഓഹരി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ 2ൻ്റെയോ 3ൻ്റെയോ 4ൻ്റെ 6ൻ്റെ ഒക്കെ ഗുണിതങ്ങളായിട്ട് വരും. ഇതാണ് അടിസ്ഥാന ഓഹരി എന്ന് പറഞ്ഞു വരിക. 2 3 4 6 8 12 24. ഇതിൽ ഔല് വരുന്നത് ചിലപ്പോൾ ഓഹരിയെ അധികരിപ്പിച്ചു കൊടുക്കാൻ പറ്റിയത് 6നെ വർദ്ധിപ്പിക്കാം. 6നെ ചിലപ്പം
7 8 9 10 വർദ്ധിപ്പിക്കേണ്ടി വരും ചില സന്ദർഭത്തിൽ ഔലിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ 12 13 15 17 ആയി വർദ്ധിപ്പിക്കേണ്ടി വരും. 24 എന്ത് ചെയ്യാവുന്നതാണ്, ഔല് നടത്താവുന്നതാണ്. 24 ചിലപ്പോൾ 27 ഓഹരിയാക്കി ഔല് നടത്തേണ്ടി വരും. ഔല് എന്ന സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രശ്നം വന്നു. മരിച്ച ആൾക്കാരുണ്ട്, മരിച്ച ഭാര്യയ്ക്ക് ഭർത്താവുണ്ട്, അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും ഒത്ത 2 സഹോദരിമാരും ഉണ്ട്. ഈ പ്രശ്നം വന്നു. ഓരോരുത്തരും വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എൻ്റെ ഓഹരി ആദ്യം തരണം എന്ന് പറഞ്ഞു. എൻ്റെ പകുതി എനിക്ക് വേണമെന്ന് ഭർത്താവ് പറഞ്ഞു. അപ്പോൾ മറ്റേ 2 സഹോദരിമാർ ഒന്ന് കണ്ടി ഞങ്ങളെ 3-ൽ 2 ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അതൊരിക്കലും ഓഹരി വെച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് പിന്നെ സഹാബികളുമായി കൂടിയാലോചിച്ചിട്ട് അവരുടെ ഇജ്മാഇൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തത്, ഈ ഔല് എന്ന് പറയുന്ന വിഷയം വന്നിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇനി വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റും.